ലഹരി വ്യാപനം വർദ്ധിക്കുന്നതിൽ പൊതുവായി നമുക്ക് ആശങ്കയുണ്ട്. സർക്കാർ ഇതിനെതിരെ പലതരത്തിലുള്ള എൻഫോഴ്സ്മെൻറ്റുകളും സർവേകളും നടപ്പിലാക്കുന്നുണ്ട്. സിനിമാ മേഖലയിലും മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഉണ്ട് എന്ന വിമർശനമുണ്ട്. സിനിമാ വ്യവസായത്തെയും ഇത് ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്ന അഭിപ്രായവും വന്നിട്ടുണ്ട്. ഈ കാര്യം ഗൗരവമായി സർക്കാർ പരിഗണിക്കുമോ, നടപടി സ്വീകരിക്കുമോ? ഒരു ത്രിമുഖമായിട്ടുള്ള പദ്ധതിയാണ് കേരളത്തിൽ മയക്കുമരുന്ന് ഭീഷണിക്കെതിരായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അധ്യക്ഷനായി സംസ്ഥാന തലത്തിൽ ഒരു സമിതി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി ജില്ലാതലത്തിലുണ്ട്, അതുപോലെ തദ്ദേശ സ്ഥാപന തലത്തിലുണ്ട്, വാർഡ് തലത്തിലുണ്ട്, വിദ്യാലയ തലത്തിലുണ്ട്. ഇതിലൂടെ ജനങ്ങളെ ആകെ അണിനിരത്തുകയാണ് ചെയ്യുന്നത്. ജനങ്ങളിലേക്ക് മുഴുവൻ ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവൻ മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ അണിനിരത്തുന്ന മറ്റെല്ലാ കാര്യങ്ങളിലും കേരളം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ജനകീയമായ മാതൃക. രണ്ടാമത്തേത് ശക്തമായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് നടപടികളാണ്. അതോടൊപ്പം മൂന്നാമത്തേതാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഒപ്പം ലഹരി മുക്ത പ്രവർത്തനങ്ങളും. ഇപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെ കുറ്റവാളികളെ കാണുന്നത് പോലെയല്ല സർക്കാർ കാണുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വിമുക്തി, കൗൺസിലിംഗ് സെന്ററുകൾ. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനുമുള്ള വിപുലമായ പരിപാടികൾ. ഒരുപക്ഷെ ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും സംസ്ഥാന സർക്കാരിൻ്റെയോ എക്സൈസ് വകുപ്പിൻ്റെയോ ഒക്കെ നേതൃത്വത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ, ഈ കൗൺസിലിംഗ് നൽകുക, അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള വിമുക്തി പോലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇങ്ങനൊരു ത്രിമുഖമായിട്ടുള്ള പദ്ധതിയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സർ, ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഇളവോ പരിഗണനയോ സർക്കാർ നൽകുന്നില്ല. മയക്കുമരുന്ന് ഭീഷണിയായിട്ടാണ് കാണുന്നത്. അത് ഏത് മേഖലയിൽ എന്നുള്ളതല്ല പ്രശ്നം. എവിടെയും ഇത്തരത്തിലുള്ള തെറ്റായ, കുറ്റകരമായ, അനഭിലഷണീയമായിട്ടുള്ള പ്രവണതകൾ ഉണ്ടാകുമ്പോൾ അതിനെ നിയമപരമായി തന്നെ നേരിടുക എന്നതാണ് സർക്കാർ സ്വീകരിച്ച സമീപനം.